ശ്രീ ജി വി ഹരി, താങ്കൾ നേരത്തെ പറയുകയുണ്ടായി ഒരു തർക്കവുമില്ല, അതെല്ലാം മാധ്യമ സൃഷ്ടി മാത്രമാണ് എന്നുള്ളത്. കെ സുധാകരൻ 48 മണിക്കൂർ മുൾമുനയിൽ നിർത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഒടുവിൽ പിണങ്ങിപ്പിരിയുന്ന സുധാകരനെ അനുനയിപ്പിക്കാൻ വേണ്ടി മുതിർന്ന നേതാക്കളെല്ലാം പാടുപെടുന്നതും നമ്മൾ കണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് താങ്കൾ പറഞ്ഞു CPM ആശയം വിട്ടുവരുന്നവരെയൊക്കെ ഞങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു, മത്സരിക്കാനുള്ള അവസരം നൽകി എന്നുള്ളത്. ഇപ്പോഴും അനിശ്ചിതത്വം വലിയ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് പ്രാദേശിക തലത്തിൽ. ജി സുധാകരനെതിരെ പ്രാദേശിക തലത്തിൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളടക്കം വിമർശനം ഉന്നയിച്ചു. നമുക്കറിയാം TK ഗോവിന്ദന് കൈപ്പത്തി ചിഹ്നം വേണ്ട എന്ന് പറഞ്ഞു, PK ശശിക്ക് കൈപ്പത്തി ചിഹ്നം നൽകേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അസ്വാരസ്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ വളരെ അച്ചടക്കത്തോടുകൂടി പാർട്ടിക്ക് വിധേയമായിട്ടാണ് പെരുമാറുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. എന്തായാലും കെ സുധാകരൻ ഉയർത്തിയ ഒരു വെല്ലുവിളി നന്നേ കഷ്ടപ്പെട്ടു കോൺഗ്രസ് നേതൃത്വം എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അത് സമവായത്തിൽ എത്തിക്കാൻ സാധിച്ചു. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജനങ്ങളെ സമീപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടുതൽ ഊർജിതമാക്കുക എന്നുള്ളതാണ്. അവിടെ ചൂണ്ടിക്കാണിക്കാൻ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളൊക്കെ പരിശോധിച്ച് കഴിയുകയാണെങ്കിൽ പല സംസ്ഥാനങ്ങളിലും നേരിട്ട പരാജയം, കൃത്യമായ ഒരു ദേശീയ നേതൃത്വം അല്ലെങ്കിൽ നേതൃനിരയുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാകാതെ കഴിയുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇനി ജനങ്ങളെ നേരിടുമ്പോൾ ജയിച്ചു കഴിഞ്ഞാലുള്ള ഈ 5 വാഗ്ദാനങ്ങൾ എന്നതിലുപരി ഞങ്ങൾ ആർജിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ആ ഒരു വികസനത്തിൻ്റെ ഒരു തുടർച്ച എന്ന് പറയാൻ എന്തുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം? ഈ രാഷ്ട്രീയത്തിൽ രോഹിണി, നമുക്കറിയാവുന്ന പോലെ തെരഞ്ഞെടുപ്പിൽ ജയവും പരാജയവും സ്വാഭാവികമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 50 വർഷക്കാലം ഈ രാജ്യം ഭരിച്ചു. കഴിഞ്ഞ 15 വർഷക്കാലമായിട്ടാണ് BJP രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും 50 വർഷക്കാലം അവർക്ക് കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ജയിക്കുക അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളെ ഞങ്ങൾ തോൽക്കുന്നു, അതൊന്നും ഒരു കാര്യമില്ല. ഞങ്ങൾ വളരെ സജീവമായി തന്നെ രാജ്യത്തുണ്ട്. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അവിടെ 100ഓളം സീറ്റുകൾ നമുക്ക് കേന്ദ്രത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ 3ഓ 4ഓ സംസ്ഥാനങ്ങൾ ഇപ്പോഴും ഭരിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ തവണ മത്സരത്തിൽ ഇതേ തരത്തിലുള്ള ഗ്യാരണ്ടികൾ മുന്നോട്ട് വെച്ചാണ് കർണാടകത്തിലും അതോടൊപ്പം തന്നെ തെലങ്കാനയിലുമൊക്കെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല. അവിടുത്തെ ജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച KSRTCയിൽ സൗജന്യ ബസ് യാത്രയടക്കം പരിശോധിച്ച് നോക്കാം. തമിഴ്നാട്ടിലുണ്ട് കേട്ടോ. ഞങ്ങളുടെ സഖ്യകക്ഷിയായിട്ട് DMK ഭരിക്കുന്ന ആ സ്ഥലത്ത് തമിഴ്നാട്ടിലും ഞങ്ങൾ സൗജന്യമായിട്ട് തന്നെയാണ് സ്ത്രീകൾക്ക് യാത്ര അനുവദിച്ചിട്ടുള്ളത്. തെലങ്കാനയിലും അങ്ങനെ തന്നെയാണ്. കർണാടകത്തിലും ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അവിടെയൊക്കെ ഞങ്ങളിതൊക്കെ വളരെ പ്ലാൻഡായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഹരിദാസ് സാർ സൂചിപ്പിച്ചതുപോലെ വലിയ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ ഞാൻ കുറച്ച് കാണുന്നില്ല. 6 ലക്ഷം കോടി രൂപയടുത്തോളം നമുക്ക് അതിനകത്ത് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കിഫ്ബി, ഞാൻ നേരത്തെ പറഞ്ഞു, അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഈ പൈസ ഇല്ലെന്ന് പറയുമ്പോഴും 227 കോടി രൂപ പരസ്യത്തിന് വേണ്ടി മാറ്റിവെച്ച സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെ പണം കണ്ടെത്തും എന്നുള്ളതാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളിലേക്ക് പണം എത്തുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ അവിടെ തിരിച്ചു വരുമാനമുണ്ടാക്കാനും സർക്കാരിനറിയണം. ഞാൻ പറഞ്ഞല്ലോ, കെടുകാര്യസ്ഥതയുള്ള സർക്കാരായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പണം തിരികെ കൊണ്ടുവരാൻ നമുക്കറിയാവുന്നതുപോലെ ഖജനാവിലേക്ക് പണം എത്തിക്കാനുള്ള വഴികൾ കൃത്യമായി ചെയ്യുന്നതിന് പകരം ഉള്ള ഖജനാവിലുള്ള പണം മുഴുവൻ അല്ലെങ്കിൽ ചെലവഴിച്ച് കളയാനുള്ള ഒരു പ്രാഗൽഭ്യമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ ഭരിച്ച CPM ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, 2-3 കാര്യങ്ങൾ ഇവിടെ നമ്മുടെ വർഗീസ് സാറും അതോടൊപ്പം തന്നെ ഹരിദാസ് സാറും പറഞ്ഞു. പക്ഷേ അതിന് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്ന ആദ്യം വർഗീസ് സാറിൻ്റെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു നമ്മളിവിടെ വളരെ മികച്ച അവസ്ഥയാണ്, നമുക്കിവിടെ അമേരിക്കയേക്കാൾ കൂടുതലായിട്ട് ഉള്ള ചില കാര്യങ്ങളിൽ നമുക്ക് ചില മേൽക്കൈയൊക്കെ ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം അത് സൂചിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം കള്ളം പറയില്ലാത്തത് കൊണ്ട്, അദ്ദേഹം സത്യസന്ധനായതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ അടിവരയിടുന്നു. അത് CPMൻ്റെ മാത്രം കഴിവൊന്നുമല്ല. ഇവിടെ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെയുള്ള നമുക്കറിയാവുന്നതുപോലെ എന്താണ് കുഞ്ഞുങ്ങൾ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിലാണെങ്കിലും നമ്മൾ കുറവാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിലും കേരളം കുറവാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമുക്ക് കുറവാണ്. അത് യാഥാർത്ഥ്യമാണ്. അത് CPM കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഭരിച്ചത് കൊണ്ടൊന്നുമല്ല. പക്ഷേ നമ്മൾ പരിശോധിക്കേണ്ടത് കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് വിലക്കയറ്റം ഉണ്ടായത്? നമുക്കറിയാം, വിലക്കയറ്റം സ്വാഭാവികമായി എല്ലാ സർക്കാരുകൾ ഭരിക്കുമ്പോഴും ഉണ്ടാകുന്നുണ്ട്. അവിടെ സപ്ലൈകോ എന്ന് പറയുന്നൊരു സംവിധാനം നമുക്കിവിടെ ഉണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സപ്ലൈകോ വിപണിയിൽ ഇടപെടണം.
അത് വിപണിയിൽ ഇടപെട്ട് അവർ ജനങ്ങൾക്ക് വലിയ തരത്തിൽ ഈ നമുക്കറിയാവുന്നതുപോലെ മുളകിനും അതോടൊപ്പം തന്നെ മല്ലിക്കും അതോടൊപ്പം തന്നെ ഈ ഉള്ളിക്കും അല്ലെങ്കിൽ സവാളയ്ക്കും ഒക്കെ തന്നെ വില കൂടാതെ അതിൽ ഇടപെടാൻ കഴിയണം. പക്ഷേ എന്താ പ്രശ്നം? കഴിഞ്ഞ 10 വർഷമായി സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ള പണം പോലും കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള കുഴപ്പം എന്താണ്? സപ്ലൈകോയ്ക്ക് ഇത്തരത്തിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇടപെടാൻ കഴിയാത്തത് കൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളമാണ്. പക്ഷേ ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ അറിയാം. അപ്പോൾ ഭരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക കഴിവാണ്. അത് രാഷ്ട്രീയത്തിൽ വിജയിച്ചാൽ മാത്രം പോരാ, അധികാരത്തിലേക്ക് വന്നാൽ മാത്രം പോരാ, അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അത് കഴിഞ്ഞ 10 വർഷം സാധിച്ചിട്ടില്ല. പിന്നെ ഇവിടെ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളെ ഇപ്പോൾ അല്ലെങ്കിൽ CPM നിന്ന് കടന്നു വന്ന ആളുകളെ വ്യാപകമായി ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് വർഗീസ് സാർ പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കാൻ ഞാൻ 5-6 പേരുകൾ പറയാം. KP അനിൽകുമാർ പാർട്ടിയുടെ സംഘടനാ ചുമതല ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി ആയിരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് KP അനിൽകുമാർ. KP അനിൽകുമാറിന് പാർട്ടിയിൽ വിട്ടുപോയി. അദ്ദേഹത്തെ പാർട്ടി ഇവർ സ്വീകരിച്ചു. അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ പദവിയെ കൊടുത്തിട്ടുണ്ട്. രതികുമാർ എന്ന് പറയുന്നത് മുന്നാക്ക കമ്മീഷൻ ചെയർപേഴ്സൺ അതിൻ്റെ അംഗമായിരുന്നു. ഇവർ സ്വീകരിച്ച ആളാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ ഒരു തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തലമുട്ടയടിച്ചു പോയിട്ടുള്ള ലതിക സുഭാഷിനെ ഇവർ സ്വീകരിച്ചു. എടുത്തു പറയാൻ ഇനിയും ആളുകളുണ്ട്, നൂറുകണക്കിന് ആളുണ്ട്. ഇപ്പോൾ സരിൻ്റെ പേര് നേരത്തെ ഇവിടെ രോഹിണി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഡോക്ടർ സരിൻ ഞങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ കാര്യങ്ങൾ കൈകാര്യം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു സരിനെ അവർ സ്വീകരിച്ചു. ഇപ്പോൾ സീറ്റ് പോലും കൊടുത്തില്ല, അത് മറ്റൊരു കാര്യം. അപ്പം ഞങ്ങൾ ചെയ്യുമ്പോൾ വേറെ എന്തോ നമ്മൾ പറയാറുണ്ടല്ലോ, ഞങ്ങളിടുമ്പോൾ അത് എന്താണ് ബർമുഡ എന്നും അല്ലെങ്കിൽ അവരിടുമ്പോൾ ബർമുഡ ഞങ്ങളിടുമ്പോൾ അത് കുട്ടി നിക്കറായി പോകുന്നു എന്ന് പറയുന്നൊരു സമീപനം കുറേ കാലമായി CPM സ്വീകരിച്ചു വരുന്നുണ്ട്. ഞങ്ങൾ എന്താ ചെയ്തത്? അവരെ ഞങ്ങളുടെ പാർട്ടിയിലേക്കൊന്നും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങളവരെ കോൺഗ്രസിലേക്കല്ല സ്വീകരിച്ചത്. അവരെടുത്തിരിക്കുന്ന CPMനെതിരായിരിക്കുന്ന നിലപാട് ശരിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് അവരെ ഞങ്ങൾ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അവർ സ്വതന്ത്രരാണ്. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. വർഗീസ് സാറ് അദ്ദേഹം ശ്രദ്ധിക്കാത്ത പറഞ്ഞായിരിക്കും. അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുകയാണ്, ഞങ്ങൾ അവരെ ആരെയെങ്കിലും ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലേക്ക് എടുത്തിട്ടുണ്ടോ? ഇനി ഈ ശശിക്ക് ഞങ്ങൾ കൈപ്പത്ത് ചിഹ്നം കൊടുത്തു, തെറ്റായിട്ടുള്ള വാർത്തയാണ്. CPM നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന തെറ്റായിട്ടുള്ള വാർത്തകളെ മുഖ്യധാര മാധ്യമങ്ങൾ ഏറ്റെടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കാരണം ഇന്നലെ ചിഹ്നം കൊടുക്കുമ്പോൾ KPCC ഓഫീസിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എനിക്കറിയാം ആർക്കൊക്കെ ചിഹ്നം കൊടുത്തിട്ടുണ്ടെന്ന്. ഇനി ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾക്ക് ഒരു തരത്തിലുള്ള എന്താണ് കാലാവധി ഉണ്ടാവില്ല. കുറച്ചിങ്ങനെ പറയും, കുറച്ച് കഴിഞ്ഞ് പോകും. ഇവരൊക്കെ പാർട്ടി വിട്ട് CPM വിട്ടു വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം CPMൽ ഉണ്ടായിട്ടുള്ള അപജയമാണെന്നുള്ളത് കൊണ്ടും അവർ മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങൾ ശരിയാണെന്നുള്ളത് കൊണ്ടാണ് അവരെ ഞങ്ങൾ പിന്തുണയ്ക്കാനായിട്ട് പോയിട്ടുള്ളത്. അല്ലെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് അവർ സ്വീകരിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞിട്ടുള്ള ആളുകളെ മുഴുവൻ ഒരു കോൺഗ്രസ് പാർട്ടിയിൽ CPMൽ അംഗത്വം കൊടുത്തു, അവരെ പല പോസ്റ്റുകളിൽ നിയമിച്ചു, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഞങ്ങളിതൊന്നും ചെയ്യാൻ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് പറയാൻ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. CPMകാർ തന്നെ കോൺഗ്രസ് UDF അധികാരത്തിൽ വരേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഹരിദാസ് സാറ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവർ ഇവിടെ RSS അടക്കമുള്ള സംഘടനകൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങളതിനകത്ത് കുറ്റമൊന്നും കാണുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തനമാകുമ്പോൾ സ്വാഭാവികമായിട്ട് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തോട്ടെ. പക്ഷേ കേരളത്തിലെ ജനങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ 10-60 വർഷക്കാലമായി കേരളത്തിൽ CPM BJP പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ അവർക്ക് വോട്ട് വിഹിതം കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. പരിശോധിച്ച് നോക്കാം. അത് നമുക്കറിയാവുന്ന പോലെ ഒരു സെമി ഫൈനൽ എന്ന നിലയിൽ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ കിട്ടിയതെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ജില്ലാ പഞ്ചായത്തിലടക്കം ഒരു സ്ഥലത്ത് പോലും BJPക്ക് വരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ള RSS നേതൃത്വം കൊടുക്കുന്ന BJPയുടെ പ്രവർത്തനങ്ങൾക്ക് സംഘപരിവാർ സംഘടനകൾ മുഴുവൻ ഇറങ്ങി പ്രവർത്തിച്ചിട്ടും അത്തരത്തിൽ മുന്നോട്ട് വരാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വികസനത്തിൻ്റെ ഭാഗത്തെങ്ങാനും BJP വന്നിട്ടുണ്ടോ? വർഗീയതയെക്കുറിച്ചും അല്ലെന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ BJP സംസാരിക്കുന്നുള്ളതല്ലാതെ കേരളത്തിൻ്റെ ഈ പറയുന്ന പോലുള്ള വളർച്ചയെക്കുറിച്ചും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമൂഹ്യ മുന്നേറ്റത്തിന് എവിടെയെങ്കിലും BJPയുടെ ഏതെങ്കിലും നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് മാത്രമാണ് ഉത്തരം. അത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തും. നേരത്തെ നിയമത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ശബരിനാഥിന്റെ സ്ഥാനാർത്ഥിത്വം പറഞ്ഞു, യുവരക്തം എന്നൊക്കെ വിശേഷിപ്പിച്ചു. നമുക്കറിയാം നിയമത്തിൽ ആരുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് നടക്കേണ്ട ഗതികേടിലായിരുന്നു കോൺഗ്രസ് എന്നുള്ളത്. അവസാനം ശബരിനാഥിന്റെ തലയിലേക്ക് അത് വീണു, അങ്ങ് സമ്മതിച്ചു എന്നേ ഉള്ളൂ. ആരുമില്ല നിയമത്തേക്ക് എന്ന് പറഞ്ഞ് പിൻവാങ്ങുന്ന മുതിർന്ന നേതാക്കളെ ഞാൻ അടക്കമുള്ള ആളുകൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്.